ആദിമസഭയിൽ 120 പേര് മാത്രമേ ഉള്ളായിരുന്നു സഖിയോൻ മാളിക മുറിയിൽ. ഈശോ 3 വർഷം വലിയ സുവിശേഷ പ്രഘോഷണം നടത്തിയിട്ട് അവസാനം കിട്ടി വന്നപ്പോൾ 120 പേര്, അത്രയേ ഉള്ളൂ. ദൈവവചനം അനുസരിക്കുന്ന അത്രയും പേരെ ആ നാട്ടിലുണ്ടായിരുന്നുള്ളൂ. അപ്പം അവരൊരുമിച്ച് അവർക്കാണ് അപേക്ഷ. അല്ലാതെ പൗലോസിലെ പത്രോസിലെയോ ആയത്തോ ഒരു വലിയൊരു ഗ്യാതറിങ് നടത്തിയിട്ട് വലിയ അനോന്യ ശുശ്രൂഷ നടത്തില്ല. അങ്ങനെയൊന്നും കിട്ടത്തില്ല. ദൈവം തിരഞ്ഞെടുക്കുന്നവർ മാത്രമേ അവസാനം കാണുകയുള്ളൂ. അത് ഞാൻ പറഞ്ഞല്ലോ. അതായത് ഉത്ഥാനത്തിശ ഉയർത്തെഴുന്നേറ്റ കല്ലറയുടെ മുമ്പിൽ നിന്ന് 2 പടയാളികൾക്ക് അവനെ കാണാൻ പറ്റുന്നില്ല. അതിന് കാരണം മറ്റൊന്നുമല്ല, കൃപയാണിത്. ഈശോ അനുഭവം ഒരു കൃപയാണ്, തെരഞ്ഞെടുപ്പിന്റെ ഫലം. ആ തെരഞ്ഞെടുക്കുന്നവനെ അനുഭവിക്കാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ഈശോ അനുഭവം അത് ചിലപ്പോൾ ഞാൻ ആകെ ചെയ്യുമ്പോൾ ലോകം മുഴുവൻ അറിഞ്ഞിരുന്നെങ്കിൽ, എല്ലാവരും അറിഞ്ഞിരുന്നെങ്കിൽ അവർ ദൂരം ആനന്ദിച്ചേനെ. അല്ലെങ്കിൽ എനിക്ക് ആഗ്രഹിക്കാന്നല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദൈവഹിതമല്ലേ നിറവേറാൻ പറ്റുള്ളൂ. യോഹന്നാൻ 6:44 എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും എൻ്റെ അടുക്കിലേക്ക് ഇരുന്നില്ല. യോഹന്നാൻ 6:65 എൻ്റെ പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരാനാവില്ല. യോഹന്നാൻ 3:27-28 ഉന്നതത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അത് തെരഞ്ഞെടുപ്പ്, ഒരു വിളിയാണത്. ആ ദൈവാനുഭവം ഒരു വിളിയാണത്. 1 യോഹന്നാൻ ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും കരങ്ങൾ കൊണ്ട് സ്പർശിച്ചതുമായ ജീവനുള്ള വചനത്തെക്കുറിച്ച് ഞങ്ങൾ പറയും. അത് വെറുതെ ജീവനില്ലാത്ത ഒരുപാട് ജീവനുള്ള വചനങ്ങൾ പോലെ വല്ല ശക്തിയോടും ധൈര്യത്തോടൊക്കെ പറയും. അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. ജീവനുള്ള വചനം അത് തിരുവചനം, സുവിശേഷ വചനം മാത്രമാണത്. യോഹന്നാൻ 15:3 പറയുന്ന പോലെ എൻ്റെ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കും. വചനം നിന്നെ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും. വിശുദ്ധീകരിക്കപ്പെടണം. അതുകൊണ്ട് പാപത്തെ കെട്ടിപ്പിടിച്ചാൽ കുടുംബവും കാണില്ല, മക്കളും കാണില്ല, ഭർത്താവ് കാണില്ല, ഭാര്യയും കാണില്ല, മക്കൾ അവസാനം പാപം കാണും. ഈ പാപമായിട്ട് എവിടം വരെ പോകും? നരകത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ, വേറൊന്നുമില്ല. യൂദാസിനെ കൊണ്ട് പാപം ചെയ്യിക്കാൻ വേണ്ടി പിശാച് കൂട്ടത്ത് കൂടിയേ. അവനെ എങ്ങനെ പ്രോത്സാഹിപ്പിച്ചു, ചെയ്തോടാ, നീ ഒറ്റിക്കൊടുത്തു, വഞ്ചിച്ചു, ചതിച്ചു, 30 വെള്ളി നാണയം, അതാണ് ഏറ്റവും വലുത്, അതിനുവേണ്ടി എന്തും ചെയ്തു. എന്തും ഉടനെ ഗുരുവെന്ന് നോക്കുന്നുണ്ട്, ഈശോ നോക്കുന്നുണ്ട്, എന്ത് കളഞ്ഞേക്കാൻ പറഞ്ഞു, നാശിപ്പിച്ചേക്കാൻ പറഞ്ഞു. അപ്പൊ അവനങ്ങ് ഇറങ്ങി. യൂദാസ് അങ്ങ് പോയി, എന്നെ ചിരിച്ച് കളിച്ച അവൻ പോയിട്ട് ഈശോയുടെ അടുത്ത് നിന്നിട്ട് കെട്ടിപ്പിടിച്ച് നല്ല ആഘോഷമായിട്ട് പുഞ്ചിരിച്ചുകൊണ്ടിരും, ഒറ്റിക്കൊടുത്തുകൊണ്ടൊരു ചുംബനമൊക്കെ ഒറ്റിക്കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം അവൻ തകർന്നു പോവാണേ, നിരാശനായി പോയി. കാരണം എന്താ? പിശാചനത വേണ്ടത് അവനെല്ലാവരും അവൻ്റെ ചില കാര്യസാധ്യത്തിന് വേണ്ടി ഉപയോഗിക്കുമെന്നല്ലാതെ അവൻ ആരെയും രക്ഷിക്കില്ല, ആരുടെയും സമാധാനം അവന് വേണ്ടത് നിന്നെ വേണം. എന്തിന്? നിന്നെ ഉപയോഗിച്ച് വേണം തിരുസഭയെയും വിശ്വാസത്തെയും സത്യത്തെയും ഒന്ന് നശിപ്പിക്കാൻ. അത് മാത്രമല്ല അവൻ്റെ ലക്ഷ്യം. അത് കഴിയുമ്പോഴോ അവൻ നിന്നെ നശിപ്പിക്കുക. അതുവരെ അവനെ പാപം ചെയ്യിക്കാൻ പോസിറ്റീവായിട്ട് പറഞ്ഞു കൊടുത്ത, പാപം ചെയ്യുന്നതാണ് നല്ലത്, വഞ്ചിക്കണം, ചതിച്ചാലേ അത് ശരിയാവത്തുള്ളൂ. നീ ചതിക്കണം, ഭർത്താവിനെ ചതിച്ചാലേ ശരിയാവുള്ളൂ, ഭാര്യയെ ചതിച്ചാലേ നന്മ ഉണ്ടാവുള്ളൂ, മക്കളെ ചതിക്കണമെന്ന് പറയും. ഒക്കെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ കൊല്ലണം എന്ന് പറയും. അപ്പൊ ഭയങ്കര പ്രോത്സാഹനം. എന്നാലേ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അബോർഷനൊക്കെ നടത്തണം, കാശുണ്ട്, ഏത് വഴിയിൽ കാശുണ്ടാക്കണം, സ്വന്തം സഹോദരനെ വഞ്ചിക്കണം, അപ്പനെ വഞ്ചിക്കണം, ഭാര്യയെ വഞ്ചിക്കണം, മക്കളെ വഞ്ചിക്കണം, സഭയ്ക്കിട്ട് പണി കൊടുക്കണം, അത്രമാർക്കിട്ട് പണി കൊടുക്കണം, അച്ഛന്മാർക്ക് പണി കൊടുക്കണം, സുവിശേഷ പ്രഘോഷണം, എങ്കിലേ നീ രക്ഷപ്പെടുകയുള്ളൂ. ഏതാണ് ശരി? അതാണ് ഒരു ശരി ഉണ്ടായിരുന്നു. യൂദാസിന്റെ തലയിലൊരു ശരിയുണ്ടായിരുന്നു. പക്ഷേ ആ ശരി തെറ്റായി മാറി. ഒരു നിമിഷം അവൻ പോയിട്ട് ആത്മഹത്യ ചെയ്തു. കടുത്ത നിരാശ. ആ ഒറ്റ രാത്രി കൊണ്ട് ഒരുപാട് ദുരന്തങ്ങളുടെ രാത്രി. ഒരു വലിയ തെറ്റ് ചെയ്യുന്നു. ആ രാത്രിയിൽ അവനും രാത്രിയിലോട്ട് പോകുന്നു, ഇരുട്ടിലേക്ക് പോകുന്നതായിട്ടാണ് യോഹന്നാന്റെ സുവിശേഷം പറഞ്ഞത്. സത്യത്തിൽ അവന് പിശാച് ഉപയോഗിക്കുകയാണ്, അവൻ അറിയുന്നില്ലത്, ദുഷ്ടാരൂപി ഉപയോഗിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് വലിയൊരു അനുതാപമുണ്ടാകും. അപ്പോൾ അനുദപിച്ചാലേ ഇതിൽ നിന്നൊക്കെ മാറണം, ഈശോയിലേക്ക് വരണം, നമ്മൾ കൃപയിലേക്ക് വരണം, നമ്മൾ എങ്കിലും രക്ഷ കണ്ടെത്താൻ പറ്റുള്ളേ.